അപ്പോൾ വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ പപ്പ ഭയങ്കരമായിട്ട് എതിർത്തു. ഈ ഇപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞില്ലേ, ഇനി എങ്ങനെയാണ് സിസ്റ്റർ ആവാൻ പോകുന്നത്, ഒരു ജോലി നോക്കുന്നതല്ലേ വേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അമ്മ പ്രത്യേകിച്ച് അങ്ങനെ എതിർത്തില്ല. അമ്മയ്ക്കൊരു ദൈവവിളി ഭവനത്തിൽ നിന്നുണ്ടാകുന്ന, കുടുംബത്തിൽ നിന്നുണ്ടാകുന്നതെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ അനുജത്തിയാണെങ്കിലും ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ വളരെയധികം ബോണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും ഭയങ്കര വിഷമം. പക്ഷെ ഞാനൊരു ഡിസിഷൻ എടുത്തു. ഇനി തിരിഞ്ഞ് വേറെ ചിന്തിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ ഈശോയ്ക്ക് യെസ് കൊടുത്തു. അങ്ങനെ അവിടെ നിന്നുള്ള എല്ലാ സ്ട്രഗിളും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലാസ്റ്റ് തീരുമാനിക്കുവാണ്, പോരാൻ വേണ്ടി തീരുമാനിക്കുന്ന അവസാന സമയത്ത് ഇനി എനിക്ക് പറയാനുള്ളത് എൻ്റെ കൂട്ടുകാരോടാണ്. അപ്പം ഞാൻ എല്ലാവരും കൂടി ഒരു ദിവസം ഗൂഗിൾ മീറ്റ് വിളിച്ചു. അങ്ങനെ എല്ലാവരോടും കൂടി ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സിസ്റ്റർ ആവാൻ പോവാണ്. പിന്നെ വേറെ ഒന്നും ഇങ്ങോട്ട് പറയാൻ ഞാൻ ഓപ്ഷൻ കൊടുത്തില്ല. അപ്പം തന്നെ പറഞ്ഞു, ഞാൻ സിസ്റ്റർ ആവാൻ പോവാണ്, ഞാൻ തീരുമാനിച്ചു, ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ പോരുവാണ്. അങ്ങനെ പോരുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഞാൻ വീണ്ടും റാഫേൽ അച്ഛനെ ചെന്ന് കണ്ടു, ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചു. അപ്പം അച്ഛൻ എന്നോടൊരു കാര്യം പ്രത്യേകം പറഞ്ഞായിരുന്നു, എന്തായാലും തീരുമാനിച്ച് ഒരു സിസ്റ്റർ ആവാൻ ഇറങ്ങി, ഇനിയൊരു വിശുദ്ധയായ സിസ്റ്ററായിട്ട് തന്നെ വേണം വരാൻ. എനിക്ക് അങ്ങനെയാണ് കൊച്ചിനെ പറ്റി കേൾക്കുമ്പോൾ കേൾക്കേണ്ടത്, ഒരു വിശുദ്ധയായ സിസ്റ്ററാകണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെല്ലാവരും അവസാനം ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് ആദ്യമായിട്ട് കോതമംഗലം സൈഡിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം ഫോർമേഷൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ ആസ്പിറൻസി കോടിക്കുളത്തായിരുന്നു. ഇപ്പം ഇതിന് പാരലലി പോകുന്നൊരു സ്റ്റോറി എനിക്ക് വേറെ ഉണ്ട്. അതെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയായിട്ടുള്ളൊരു വളരെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. എന്നുവെച്ചാൽ ഞാൻ +1 +2 കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ ഈ തൊടുപുഴയുള്ളൊരു മാതാവിൻ്റെ പള്ളിയുണ്ട്, ഡിവൈൻ മേഴ്സറി ഷൈൻ ഓഫ് ഹോളി മേരി എന്ന് പറഞ്ഞിട്ട് ഒരു തീർത്ഥാടന കേന്ദ്രം, മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ലീഫ്ലെറ്റ് ഞാൻ +2 പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ വീട്ടിലിങ്ങനെ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ നടന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളെ പറ്റിയും ദൈവകരുണയുടെ സന്ദേശത്തെ പറ്റിയൊക്കെ ഒത്തിരി കേട്ടറിഞ്ഞു. അപ്പം ഞാനിങ്ങനെ അന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, അമ്മേ എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം അമ്മയുടെ ആലയത്തിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം, എനിക്കതിന് പറ്റൂ. കാരണം ഞങ്ങൾ ഒരിക്കലും തൊടുപുഴ സൈഡിലേക്ക് അങ്ങനെ വരുന്നവരല്ല, അപ്പോൾ നമുക്കറിയില്ല. എന്നാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എല്ലാം മാതാവും ക്രമീകരിച്ചു. ഞാനിങ്ങനെ സിസ്റ്റർ ആവാൻ വേണ്ടി ആഗ്രഹിച്ച് വീട്ടിൽ നിന്ന് പോരുമ്പോൾ എന്നോട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ 2 വീടപ്പുറം ഈ ആരാധന സിസ്റ്റേഴ്സിൻ്റെ തന്നെ ഒരു കോൺവെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് സിസ്റ്റേഴ്സ് എന്നെ കൊണ്ടുപോവുകയാണ് മഠത്തിലേക്ക് ചേർക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ആദ്യം കയറുന്നത് ഈ ഡിവൈൻ മേഴ്സറി ഷൈൻ ഓഫ് ഹോളി മേരിയിലാണ്. അപ്പോൾ അവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിന് സമർപ്പിച്ചിട്ടാണ് എൻ്റെ സന്യാസ ജീവിതം ഞാൻ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് കോടിക്കുളത്തേക്ക് ചെന്നു. അങ്ങനെ കോടിക്കുളത്തായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു വർഷത്തെ ഫോർമേഷൻ കാലഘട്ടം. മൊത്തം 4 വർഷമാണ്. അപ്പോൾ ആദ്യത്തെ വർഷം ആ കോടിക്കുളം കോൺവെൻറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത വർഷം കോതമംഗലത്ത് പോസ്റ്റലൻസി കാലഘട്ടത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ വെച്ച് ഇതുപോലെ എന്താ പറയുക, വീണ്ടും എനിക്കൊരു സ്ട്രഗിൾ നേരിടേണ്ടി വന്നു. കാരണം വീണ്ടും എനിക്കൊരു ഡൗട്ടായി, നീ സിസ്റ്റർ എടുത്ത തീരുമാനം തെറ്റായി പോയോ, അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്ട്രഗിളിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് തന്നെ ഞാൻ അതിനൊരു ഉത്തരം കണ്ടെത്തി. അവസാനം ഞാൻ തീരുമാനിച്ചു, ഇനിയൊരു തിരിച്ചുപോക്കില്ല, ഇത് തന്നെ എൻ്റെ ഉറച്ച ദൈവവിളി തന്നെയാണ്, ഈശോ എന്നെ വിളിച്ചിട്ടുണ്ട് എന്നെനിക്ക് ഉറപ്പായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 2 വർഷം നോഷ്യേറ്റാണ്. അപ്പോൾ നമ്മൾ മറ്റു ബാഹ്യമായ ചുറ്റുപാടുകളായിട്ടൊന്നും ഒരു ബന്ധമില്ല. വളരെ 2 വർഷം പ്രത്യേകമായി ഈശോയുടെ കൂടെ സന്നിധിയിലായിരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ആ 2 വർഷ കാലഘട്ടവും തൃക്കാക്കര സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ നോഷ്യേറ്റ്. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ എനിക്കറിയില്ല, അടുത്തൊരു സ്ട്രഗിൾ വന്നത്, ഞാനിങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് എനിക്ക് കട്ടിൽ നിന്ന് താഴേക്ക് കാല് വെക്കാൻ പറ്റില്ല, അത്രമാത്രം പെയിൻ വരിക. എനിക്കൊരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഒത്തിരി രോഗപീഠയിൽ കൂടെ ആ കാലഘട്ടത്തിൽ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. എല്ലാവരും കിടക്കുന്നുണ്ട്, എൻ്റെ കൂടെ 10 സഹോദരിമാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഉറങ്ങും, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കരമായ ബോഡി പെയിൻ, ജോയിൻസിലൊക്കെ പെയിൻ, അങ്ങനെ ഒരു പ്രത്യേക രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എനിക്ക് മാത്രം രോഗങ്ങൾ വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും രാത്രിയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഈശോയോട് ചോദിക്കും, എന്താ ഈശോ ഇനിയിപ്പോൾ ഇനി വിളി ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് പോകേണ്ടി വരുമോ? അപ്പോൾ ഒരു ദിവസത്തെ ഇൻസിഡൻറ്റ് ഞാൻ ഓർക്കുകയാണ്. പ്രൂൺശാളമ്മേനെ വിളിച്ച് പറയാണ്, അമ്മേ ഇങ്ങനെ ഇപ്പോൾ രോഗാവസ്ഥയായി, ഇപ്പോൾ മരുന്നൊക്കെ തന്നിട്ടുണ്ട്, ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്നെ ചെയ്യുന്നേ? അപ്പോൾ ഞാൻ അങ്ങനെ കരഞ്ഞു പറയും, അമ്മ എന്നെ വിടരുത്, എന്നാലും എനിക്ക് സിസ്റ്റർ ആവണമെന്ന് അത്രമാത്രം ആഗ്രഹമുണ്ട്.
അപ്പം അമ്മ പറഞ്ഞു 1 വർഷം പോയാലും കുഴപ്പമില്ല കൊച്ചേ, നമുക്ക് ഇനിയും നെഗോഷിയേറ്റ് ഒന്നും കൂടി ചെയ്ത് വീണ്ടും സിസ്റ്റർ ആകാവുന്നതേ ഉള്ളൂ, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ആ നോഷീറ്റ് കാലഘട്ടവും ദൈവം എന്ത് ചെയ്തു, ആ ഒരു സഹനത്തിലൂടെ കടത്തി വിട്ടാലും പിന്നെ അതെല്ലാം പൂർത്തിയാക്കി അവസാനം 2022 ഏപ്രിൽ 25-നാണ് ഞാൻ ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ സഭാവസ്ത്രം സ്വീകരിക്കുന്നത്. അപ്പോൾ ഒത്തിരി വില കൊടുത്ത് തന്നെ ഞാൻ നേടിയ സഭാവസ്ത്രം തന്നെയാണിത്. അന്ന് എനിക്ക് വളരെയധികം അഭിമാനകരമായൊരു ദിവസമായിരുന്നു. കാരണം ഒത്തിരി എന്താ പറയുക, ഈശോ നടത്തിയ വഴികളിലൂടെയൊക്കെ പോയി അവസാനം ഈശോ തന്ന ആ വലിയ സമ്മാനം ഞാൻ സ്വീകരിച്ചു. അങ്ങനെയാണ് ഞാൻ സിസ്റ്റർ ആയത്.